ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നോസിലാണ് കേട്ടോ. ഒട്ടും ചിലവില്ലാണ്ട് വീട്ടിൽ ഈസി ആയിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനം വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നൂറിൻ്റെ 34 നമ്പർ ടിപ്പിൻ്റെ ഒരു കുഞ്ഞു വേർഷനാണ്. അപ്പോൾ ഈ ഒരു നോസിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഐസിങ് നൈഫോ അല്ലെങ്കിൽ വേറെ സ്പാച്ചുലയോ ഒന്നും വേണ്ട. നമ്മൾ ഈ ഒരു നോസിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് കേക്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ക്രീം അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും ക്രീം എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു നോസിൽ എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിത് ഈ ഒരു നോസിലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ വീഡിയോ വേണമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നൂറിൻ്റെ 34 നമ്പർ ടിപ്പ് എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ബാസ്ക്കറ്റ് നോസിൽ എന്നൊക്കെയാണ് ഇതിനെ വിളിക്കാറുള്ളത്. ബാസ്ക്കറ്റ് ഡിസൈനൊക്കെ നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസൈനാണ്. ഇപ്പോൾ അതങ്ങനെ കാണാറില്ല, എന്നാലും ചുരുക്കം ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും അതേപോലെ തന്നെ ഐസിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു നോസിൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ തന്നെ ഇടാനുള്ള കാരണം. നമ്മൾ വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് കളയുന്ന ഒരു സാധനമാണ് ഇതേപോലുള്ള പേസ്റ്റിൻ്റെ ട്യൂബ്. ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അതിൽ ബാക്കിയുണ്ട്, എന്നാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ആ ഒരു ഭാഗമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ആ ഒരു അളവിൽ നിങ്ങൾ നോസിലിൻ്റെ ഇത് കട്ട് ചെയ്യുക. ഞാൻ കാണിക്കുന്നത് കുറച്ചും കൂടെ അധികം കട്ട് ചെയ്താൽ അതാണ് നല്ലത്, കാരണം നമ്മൾ ഇതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നോസിൽ വളരെ ചെറുതായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഈ ഒരു നോസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള ആ ഒരു സീൽ ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. അപ്പോൾ ആ ഒരു ഭാഗം വിട്ടിട്ട് ഉള്ള ഒരു അളവ് വെച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നോസിലിന് അത്യാവശ്യം ഒരു വലുപ്പം ഉണ്ടാവും. ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരിച്ചിരി ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിനേക്കും ഒരിച്ചിരി കൂടെ വലുതായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം. ഞാനിതിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സീൽ ചെയ്തിട്ടുള്ള ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സീൽ ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്യുമ്പോൾ അവിടെ തങ്ങി കിടക്കുന്ന കുറച്ചും കൂടെ പേസ്റ്റ് ഉണ്ടെന്നുണ്ട്, അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ആ ഒരു സീൽ ചെയ്തിട്ടുള്ള ഭാഗം മാത്രം അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒരുപാട് ഇങ്ങോട്ട് കട്ട് ചെയ്യേണ്ട, അപ്പോൾ നമ്മുടെ നോസിൽ പറ്റ ചെറുതായിട്ട് പോവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാണ്ട് കുറച്ചൊരു ആ ഒരു സീൽ ചെയ്ത ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് ഒഴിവാക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ പേസ്റ്റിൻ്റെ 2 ഭാഗവും നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കണ്ട നോസിലുള്ളതുപോലെ ആ ഒരു ഡിസൈന് നല്ലപോലെ ഇതിൽ വരച്ചെടുക്കാം. ഒരു പെന്ന് വെച്ചിട്ട് വരച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു അളവ് തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് വലുതും ചിലപ്പോൾ ഒന്ന് ചെറുതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു പെന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള നോസിലിനേക്കും കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു നോസിലായിട്ടായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പേസ്റ്റിൻ്റെ ട്യൂബിൻ്റെ അളവിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വലുപ്പം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബാസ്ക്കറ്റ് ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇതേപോലെയുള്ള പേസ്റ്റിൻ്റെ ഏതെങ്കിലും ട്യൂബ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഡിസൈൻ ഒരു ഭാഗത്ത് മാത്രം വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് വരച്ചാൽ മതി കേട്ടോ, മറ്റേ ഭാഗം അതേപോലെ പ്ലെയിൻ ആയിട്ട് ഇട്ടേക്കാം. എന്നിട്ട് ഒരു കത്രികയോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ ഭാഗം, അതായത് ഡിസൈൻ വരയ്ക്കാത്ത ഭാഗം ഒന്ന് സീൽ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നോസിലിനെ പോലെ ഒന്ന് വലുതാക്കിയിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കാണിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. നമ്മൾ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള നോസിലോട്ട് വിപ്പിംഗ് ക്രീം നിറച്ച് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ തന്നെ ഈ ഒരു നോസിലും പൈപ്പിംഗ് ബാഗിലൂടെ ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. ആദ്യം ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം ഒരു കത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കത്തി ഒരു 3-4 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി ഇതേപോലെ ഈ ഒരു നോസിലിൻ്റെ ഉൾഭാഗത്തൊന്ന് സീൽ ചെയ്തെടുക്കാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് കത്തിക്ക് ഒരുപാട് ചൂട് കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഇതിപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സീൽ ചെയ്ത ഭാഗം പുറത്തോട്ടൊന്ന് മറിച്ചും കൂടെ വെച്ച് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെച്ച പോലെ തന്നെ പുറത്തോട്ടും ഒന്ന് മടക്കി വയ്ക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ സീൽ ചെയ്തിട്ടുള്ള ഭാഗം ഒന്നും കൂടെ പുറത്തോട്ട് മറിക്കുക. അതേപോലെ 2 പ്രാവശ്യം ഇങ്ങനെ മറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിൻ്റെ പുറത്തോട്ട് ഈ ഒരു നോസിൽ തള്ളി വരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. പ്ലെയിൻ ആയിട്ട് പൈപ്പിംഗ് ബാഗിനുള്ളിലോട്ട് ഈ ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഈ ഒരു രീതിയിൽ, അതായത് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇട്ട പോലെ അവിടെ നിൽക്കും സ്റ്റക്കായിട്ട്. അപ്പോൾ അതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ ക്രീം പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എൻ്റെ വിപ്പിംഗ് ക്രീം ഒരു ഇച്ചിരി ഓവർ ബീറ്റ് ആയതുകൊണ്ടാണ് സൈഡൊക്കെ അതേപോലെ പൊട്ടിയിട്ടിരിക്കുന്നത്. നല്ലപോലെ ബീറ്റ് ആയിട്ടുള്ള സ്റ്റിഫ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു നോസിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് ഐസിങ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഈസി ആയിട്ട് ക്രീം ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരു ഭാഗം പൊങ്ങിയിട്ടിരിക്കുക, ഒരു ഭാഗം താഴ്ന്നിട്ടിരിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തും ക്രീം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഈ ഒരു നോസിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.